നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര വായ്പാ വിനിയോഗം സംബന്ധിച്ച് വ്യക്തത വരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും കാര്യങ്ങൾ നിസ്സാരമായി എടുക്കരുതെന്നും ഹൈക്കോടതിക്ക് മുകളിലാണോ ദില്ലിയിലെ ഉദ്യോഗസ്ഥരെന്നും കോടതി ചോദിച്ചു. അടുത്ത വിമാനത്തിൽ ഉദ്യോഗസ്ഥരെ കോടതിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഹൈക്കോടതി തിങ്കളാഴ്ച തന്നെ കർശനമായും സത്യവാങ്മൂലം നൽകണമെന്ന് നിർദ്ദേശിച്ചു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പോലും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. വയനാട് പുനരധിവാസത്തിനായുള്ള കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാനുള്ള സമയം ഡിസംബർ 31 വരെ ആക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഇതിൽ ചില വ്യവസ്ഥകളടക്കം ഉൾപ്പെടുത്തിയതായും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ രേഖാമൂലം ഇത് ഹാജരാക്കാൻ കേന്ദ്ര സർക്കാർ അഭിഭാഷകന് സാധിച്ചില്ല. ഇതും കോടതിയുടെ വിമർശനത്തിന് കാരണമായി. ആശാ വർക്കർമാരുടെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ സംഭവം ലോക്സഭയിൽ ഉന്നയിച്ച് KC വേണുഗോപാൽ. സംഭവത്തിൽ വ്യക്തത വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണെന്നും ഇത് പ്രശ്നം പരിഹരിക്കാൻ ഗുണകരമാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി വീണ ജോർജ് സമയം തേടിയത് അറിഞ്ഞില്ലെന്നും മന്ത്രിയുമായി അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാകാതെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചെത്തി. കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെൻറ്റ് തേടിയത് എന്നാണെന്ന കാര്യത്തിൽ വിവാദം കനക്കുന്നതിനിടെ വ്യക്തത വരുത്താൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളെ പഴിച്ച വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ലെന്നും കൊച്ചിയിൽ പറഞ്ഞു. ഓണറ്റേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളി സർക്കാർ. സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയാണെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് വിമർശിച്ചു. കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമെന്നും മന്ത്രി ആരോപിച്ചു. ഇതോടെ സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആശാ വർക്കർമാരുടെ സമരം ന്യായമാണെന്ന് പ്രതിപക്ഷം സമരക്കാരെ സർക്കാർ പുച്ഛിക്കുന്നുവെന്നും സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും തുടർ ചർച്ചകളിലൂടെ സമരം തീർക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തുമെന്ന് പ്രതിപക്ഷം അറിഞ്ഞത്. പക്ഷേ കണ്ടില്ലെന്നും അപ്പോയിൻമെൻറ്റ് ചോദിച്ചതിനെക്കുറിച്ചും ആരോഗ്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപണമുയർത്തി ഇറങ്ങിപ്പോക്കിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷാംഗങ്ങൾ നടുക്കളത്തിന് സമീപത്തെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. ആശാ പ്രവർത്തകർ